ശംഖു പൊട്ടി ഞാൻ ആ മുളക് വാരിയെടുത്ത് വീട്ടിലോട്ട് പോന്നു. പിന്നെ ഞാൻ പോയിട്ടില്ല. ഇന്നും എൻ്റെ 2 മക്കളോടും ഞാൻ പറഞ്ഞാത്ത ഒരു സംഭവമുണ്ട്. നിങ്ങൾക്കൊരു ദാമ്പത്യ ജീവിതം ഉണ്ടായാൽ അതിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ അവരെല്ലാവരും പുറത്തു പോകും എന്നുള്ള ഒരു ധാരണയായിരുന്നു. പേടിയായിരുന്നു. അന്ന് തൊട്ടുള്ള കണ്ണീര് ഇന്ന് എനിക്ക് 60 വയസ്സായി, ഇന്നും തുറന്നിട്ടില്ല. എൻ്റെ ഹസ്ബൻഡിനോട് മിണ്ടാനോ ആ മനുഷ്യൻ്റെ കൂടെ 10 മിനിറ്റ് ഇരിക്കാനോ എൻ്റെ അമ്മ അനുവദിക്കില്ലായിരുന്നു. അന്ന് കല്യാണം കഴിഞ്ഞ ഉടനെ എന്താ സംഭവം ഉണ്ടായത്? സംഭവം എന്ന് പറയുമ്പോൾ ഇവർക്ക് 1.5 സെന്റ് സ്ഥലത്താണ് ഇവരുടെ വീട് ഇരിക്കുന്നത്. അത് ഈ ചേട്ടൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ച ഒരു സ്ഥലമാണ്, പുള്ളിയുടെ പേരിലുമാണ്. 6 ഇളയത്തുങ്ങളുണ്ട്. അപ്പോൾ വന്ന ആൾക്കാർ ഓരോരുത്തരും അമ്മയുടെ ചെവി തിന്നാൻ തുടങ്ങി. ഈ വീട്ടിൽ ഒരു വ്യക്തി കയറി കഴിയുമ്പോൾ അവർക്ക് ഒരു കുട്ടി ജനിച്ചാലും അവിടെ ഈ സ്ഥലത്തിന് വീടിന് അവകാശിയായി ഇവരെല്ലാം പുറത്തു പോകുന്നുണ്ട്. പക്ഷെ അന്ന് തൊട്ടുള്ള കണ്ണീര് ഇന്ന് എനിക്ക് 60 വയസ്സായി, ഇന്നും തുറന്നിട്ടില്ല. ഞാൻ ജീവിതം എന്തെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് 2 കുട്ടി ജനിച്ചിട്ടുണ്ട്. അവർക്ക് ഇന്ന് എനിക്ക് 4 പേരക്കുട്ടിയുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടികളെ ഇന്ന് വളരെയേറെ സ്നേഹിക്കുന്നു. വന്ന മക്കള് എനിക്ക് സ്വന്തം മക്കളാണ്, മരുമക്കളല്ല. അവരെയും ഞാൻ സ്നേഹിക്കുന്നു. വിവാഹം കഴിഞ്ഞ് 2 വർഷം എൻ്റെ അമ്മയുടെ കൂടെ അന്തി ഉറങ്ങിയവളാണ് ഞാൻ. ഹസ്ബൻഡിന്റെ അമ്മയുടെ കൂടെ. എൻ്റെ ഹസ്ബൻഡിനോട് മിണ്ടാനോ ആ മനുഷ്യൻ്റെ കൂടെ 10 മിനിറ്റ് ഇരിക്കാനോ എൻ്റെ അമ്മ അനുവദിക്കില്ലായിരുന്നു. എൻ്റെ സ്വന്തം വീട്ടിൽ പോയാൽ കാലത്ത് പോയാൽ വൈകിട്ട് തിരിച്ചു തന്നെ. അതായിരുന്നു എൻ്റെ അമ്മയുടെ റൂൾസ്. ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് അറിയുന്നത്, ഞങ്ങൾക്കൊരു ദാമ്പത്യ ജീവിതം ഉണ്ടായാൽ അതിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ അവരെല്ലാവരും പുറത്തു പോകും എന്നുള്ള ഒരു ധാരണയായിരുന്നു. പേടിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ നാത്തൂൻ എന്റെ എത്ര വയസ്സിലായിരുന്നു കല്യാണം? ഒരു 19. ചെറിയ പ്രായത്തിൽ തന്നെ നാത്തൂൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഇതൊന്നും വീട്ടിൽ അറിയരുതും കേട്ടോ. ചേട്ടനെ അറിയരുത്, ആങ്ങളെ അമ്മയെ അറിയരുത്. അത് ഞാൻ ആൾക്കാർ നാട്ടിൽ ചെല്ലുമ്പോ ചോദിക്കുമല്ലോ. അപ്പൊ ഈ നാത്തൂനൊരിക്കലും അമ്മയോട് സംസാരിച്ചിട്ടില്ല? അമ്മയോട് ചോദിച്ചാ അതൊരു പൊട്ടിയ, ഇന്നും പൊട്ടിയ. സ്നേഹിക്കാനോ അത് മാത്രമേ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഇന്നൊരു രോഗിയാണ്. എന്നാലും എൻ്റെ 2 മക്കളെയും വളർത്തി തന്നതും എനിക്ക് ഈ അമ്മയുടെ പോരും പൊരുമയും കൊണ്ട് ആ വീട്ടിൽ നിന്ന് ഒരു കുട്ടി അബോഷനായി പോയിട്ടുമുണ്ട്. എന്നെ ചവിട്ടിയതാണത്. ആർക്കും അറിയില്ല. അത് ചവിട്ടുന്നത് എൻ്റെ ഇളയ അനിയനാണ്. അമ്മ പറഞ്ഞിട്ടാണ്. അവൻ കുട്ടിയായിരുന്നു. അവൻ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞ്, എനിക്ക് അറിയില്ല കേട്ടോ, അമ്മ വന്നിട്ട് ചെയ്തതാണ്. ആ കുട്ടീനെ ഇന്നും എൻ്റെ കുഞ്ഞു മോനായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ അവൻ എന്തുണ്ടെങ്കിലും തുറന്ന് പറയും വന്നിട്ട്. ഞാൻ ആരോടും അത് റിപ്ലൈ ചെയ്യാറില്ല, എൻ്റെ ഉള്ളിലിരിക്കും. ഇന്നും ഞങ്ങളൊരു സൗന്ദര്യപ്പിണക്കത്തിലാണ് ഇപ്പോൾ. എന്നാലും സാഹചര്യം കിട്ടിയാൽ അവൻ പറയും, അവൻ എൻ്റെ പൊന്നും മോൻ തന്നെയാണ്. ചെടുത്തിയായിട്ട് കണ്ടിട്ടില്ല, അമ്മയായിട്ടാണ് കണ്ടേക്കുന്നത്. പക്ഷെ ആ സ്നേഹം അവൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ചില കുടുംബ സാഹചര്യം, മനുഷ്യനാണല്ലോ, ചിലതൊക്കെ അവൻ സൗന്ദര്യപ്പിണക്കങ്ങളില്ലാത്ത വീടുകളുണ്ടാവും. അപ്പൊ ഇതിന് ശേഷം എപ്പോഴാണ് പിന്നെ ചേച്ചിക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നത്? 2 വർഷം കഴിഞ്ഞിട്ട്. അതൊരു ഓട്ടോമാറ്റിക് എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇപ്പൊ ചിലവർ പറയും ദൈവത്തിന്റെ ഒരു ഇതൊന്ന്. അതിന് എൻ്റെ അയൽവാസി എന്നോട് ചോദിച്ച ഒരു വാക്ക് ഇപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ട്, ഇതെങ്ങനെ സംഭവിച്ചു. അവിടുന്ന് ഞാൻ വീട് വിട്ട് ഈ അബോഷനൊക്കെ കഴിഞ്ഞ് എൻ്റെ ഈ മുമ്പുള്ള എൻ്റെ മൂത്ത മോള് ജനിച്ചപ്പോൾ എനിക്ക് ഫുഡ് തരില്ല, ഒന്നും തരില്ല. ഏതു നേരവും അമ്മ കലിപ്പായിരുന്നു. എൻ്റെ ഇളയ നാത്തൂന് ഒരു കൃപ കാണിക്കും. ആ കുട്ടി ക്ലാസ്സിൽ ഈ തിളച്ച അരി കോരിയിട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കിടക്കയുടെ അടിയിൽ വെക്കും. ചേച്ചി തിന്നോന്നും പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. ചെയ്തില്ല എന്നൊന്നും ഞാൻ പറയില്ല. അയൽവാസികൾ ജനലിക്കെ കൂടി കൊണ്ടുവന്ന് ഇച്ചിരി പുട്ടോ എന്നെങ്കിലും തരും. ഈ കുട്ടി ജനിച്ചപ്പോൾ അത് തിന്നും വെള്ളവും കുടിച്ചിട്ടിരിക്കും. അങ്ങനെയാണ് ഞാൻ
പൊന്നമ്മയുടെ ആശുപത്രിയിൽ നിന്ന് ഇപ്പം അത് എന്തൊക്കെ ആയുർവേദ അവിടെ പോകുമ്പോൾ അവരെന്നോട് ചോദിച്ചു കുട്ടീനെ വേണോ, എൻ്റെ ചേട്ടനോടാണ് ചോദിക്കുന്നത്, എൻ്റെ ഭർത്താവിനോട് ചോദിച്ചു കുട്ടീനെ വേണോ തള്ളയെ വേണോ എന്ന്. അന്നേരം പുള്ളി കൈകൂപ്പി നിന്ന് കരഞ്ഞു അവരുടെ അടുത്ത്. അപ്പോൾ അവരെനിക്ക് കുറേ മെഡിസിൻ വാരിത്തരും. ഇതും തിന്ന് വെള്ളം കുടിച്ചോ. എനിക്ക് യാത്ര ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായില്ല. 5-ാം മാസത്തിൽ യാത്ര ചെയ്യാൻ പറയുമ്പോൾ ഒരു ചിങ്ങമാസം തിരിയോണം. അന്ന് പോലും എൻ്റെ അമ്മ എനിക്കൊരു ഗ്ലാസ് വെള്ളം തന്നില്ല. പുള്ളി വയറ്റിലെ ജനതയിലെ അവരുടെ ഇളയച്ചൻ്റെ കടയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന സമയവും 5 രൂപ അവർ കൂലി കൊടുക്കുന്നത്. ആ ഇളയച്ചൻ ഒരു ഉപകാരം ചെയ്ത് പുള്ളി ഇപ്പം ഇല്ല. 1/4 കിലോ അരിയും ഒരു മണ്ണെണ്ണ സ്റ്റവും ഇച്ചിരി സാധനങ്ങളും കൊടുത്തിട്ട് പറഞ്ഞു ആ പെങ്കൊച്ചിന് നീ വേറെ അരി വെച്ച് കൊടുക്കടാന്ന് പറഞ്ഞു. അതും കൊണ്ട് വീട്ടിൽ വന്നപ്പോൾ ഞാൻ വെപ്പിച്ചില്ല. ഞാൻ പറഞ്ഞു വേണ്ട, അത് ശരിയല്ല എന്ന് പറഞ്ഞു. നമുക്ക് സഹിക്കാൻ ചേട്ടാന്ന് പറഞ്ഞു. സഹിച്ചല്ലേ പറ്റുമോ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് 5-ാം മാസം ഇപ്പം യാത്ര ചെയ്യാൻ അനുവദിച്ചു. വെളുപ്പിന് 5 മണിക്ക് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. 5-ാം മാസത്തിൽ എന്നെ വീട്ടിൽ കൊണ്ടുപോയി എൻ്റെ ഭർത്താവ് ആക്കിയപ്പോൾ വീട്ടിൽ ആർക്കും അറിയില്ല. ആക്കിയിട്ട് 50 രൂപ എടുത്ത് എൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് അമ്മ ഞാൻ വരാമെന്നും പറഞ്ഞ് പോകുന്ന ആള് പ്രസവിച്ച 6-ാം മാസമായിട്ടും ഭർത്താവും ഇല്ല, കൂടെ ആരും ഇല്ല. അന്നും പ്രസവിക്കണേൻ്റെ അന്നും ഞാൻ ഇങ്ങനെ കിടന്ന് മടലി തല്ലി കയറൊക്കെ പിരിക്കും. എനിക്ക് ഇരിക്കാൻ അങ്ങനെ മടല് തല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പെയിൻ വരുന്നത്. അങ്ങനെ ചേർത്തല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ പ്രസവം കഴിഞ്ഞു. അന്നേരം എല്ലാവരും ചോദിക്കും കുട്ടിയുടെ അച്ഛൻ വന്നില്ലേ എന്ന്. പുള്ളി പുറത്ത് ജോലിക്ക് പോകും, വരാൻ പറ്റിയിട്ടില്ലെന്ന് ഞാൻ മറുപടി കൊടുക്കും. എൻ്റെ അമ്മ കരയും, പറയില്ല. അവിടുന്ന് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോഴാണ് എൻ്റെ ആങ്ങള അറിയുന്നത്. അന്നാണ് മോനെ എന്താണ് ഈ പ്രശ്നം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇച്ചിരി കാര്യങ്ങൾ പറഞ്ഞു. അന്ന് വരെ തല്ലാത്ത ഏട്ടൻ എൻ്റെ കർണത്തിട്ടടിച്ചു. അടിച്ചിട്ട് എന്നോട് ചോദിച്ച ഒരു ഭാഷയുണ്ട്, 20 പൈസ മോന് കിട്ടില്ല, അന്ന് ഇല്ലെൻ്റിന് 20 പൈസയും. നിനക്ക് ഇത്തിരിയൊക്കെ എഴുതി കുറിക്കാൻ അറിയാലോ, നിനക്ക് ഒരു ഇല്ലെൻ്റ് കിട്ടിയില്ല. നാത്തൂന അക്രമത്തിന് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യും, ചേച്ചിനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന്. അങ്ങനെ അവിടെ ജീവിതം തുടങ്ങി. എൻ്റെ വീട്ടിൽ എനിക്ക് വേറെ ഇനി ഞാൻ പണിയെടുക്കണ ഒരു ഗ്ലാസ് വെള്ളമോ ഒരു അന്നമോ ഇവക്ക് കൊടുക്കരുതെന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഇത്ര നാളും അത് പറയാതിരുന്നോണ്ട് ഇരുന്നോണ്ട് വിഷമം കൊണ്ടു എൻ്റെ അമ്മ മടല് തല്ലിപ്പിരിച്ച് വേറെ അരി വെച്ച് എനിക്ക് തന്നു. അത് വാരുമ്പോൾ എൻ്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് വീഴുന്നത് രക്തമാണ്, വെള്ളം കണ്ണീരായിരുന്നില്ല. അത് കാണുമ്പോൾ എനിക്കും വിഷമങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 6-ാം മാസത്തിലാണ് ഏട്ടന് എൻ്റെ കല്യാണ ബന്ധം വേർപെടുത്താൻ എൻ്റെ അമ്മ ചുരുക്കി പറയുന്നു കേട്ടോ. എൻ്റെ അമ്മ ശാഖയിൽ പോയി. അപ്പോൾ ഒരു എഴുത്ത് വന്നു. പുള്ളിയുടെ ജോലിയും കളഞ്ഞു, എല്ലാം കളഞ്ഞു, ഭ്രാന്തനെ പോലെ വീടൊക്കെ എഴുതി അമ്മ വാങ്ങിച്ചു. എൻ്റെ അമ്മ എനിക്ക് 2 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു തന്നാണ് ഒരു ജീവിതം തുടങ്ങുന്നത്. എന്ന് വെച്ചാൽ കല്യാണ ബന്ധം വേർപെടുത്താൻ ഞാൻ താല്പര്യമില്ല. എൻ്റെ കുട്ടിയെ പിച്ച വെച്ച് നടക്കുന്ന സമയത്ത് വഴിയെ പോകുന്നവരായി ഏട്ടാന്നും അച്ഛാന്നും വിളിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. എൻ്റെ വീട്ടിൽ അങ്ങനെ വിവാഹബന്ധം വേർപെടുത്താൻ അമ്മ പറഞ്ഞിട്ടും ചേച്ചി അതിന് സമ്മതിച്ചില്ല. ഞാൻ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ശാഖയിൽ പോയി. അത് ഇവിടെയാണ് മാക്കേക്കവലെന്ന് പറയുമോ, ഒത്തിരി പോകണം. അവിടെ ചെന്നിട്ട് ഞാൻ കൈകൂപ്പി പറഞ്ഞു നിങ്ങളാരും ഇതിനെ ഒരു ഇൻട്രസ്റ്റ് എടുക്കരുതും, എനിക്കിതിനോട് താല്പര്യമില്ല. അമ്മ എന്ത് പറഞ്ഞാലും SS വെച്ച് നിന്നോളണമെന്ന് പറഞ്ഞു. അന്നേരം അവർ ചോദിച്ചു ഈ കാലത്ത് ഇങ്ങനത്തെ കുട്ടികളുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കുഞ്ഞിനെ എനിക്ക് മറ്റൊരുത്തൻ്റെ ഞാനിങ്ങനെ തന്നെ. അപ്പം അവിടുന്ന് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ആങ്ങളെ പറഞ്ഞു 10 സെൻറ്റ് സ്ഥലമാണ് ഞങ്ങൾക്കുള്ളത്, അതിൽ 3 സെൻറ്റ് സ്ഥലത്ത് എനിക്കൊരു ഷെഡ് കെട്ടിത്തരാതിരുന്നു. അതിന് ഞാൻ ഒട്ടും താല്പര്യം കാണിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ അത് ശരിയല്ല. നമ്മളെ മിന്നു കെട്ടിയ പുറം രാജ്യത്ത് പോയി കിടന്ന് നമ്മൾ തെണ്ടി തിന്നണതും സ്വന്തം നാട്ടിൽ കിടന്ന് തെണ്ടി തിന്നണതും വ്യത്യാസങ്ങളുണ്ടെന്നും എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനത് സമ്മതിച്ചില്ല. അപ്പം എൻ്റെ അമ്മ
2 സെന്റ് സ്ഥലം മേടിക്കാനുള്ള വഴിയുണ്ടാക്കി. അതിൻ്റെ കൂടെ ഇച്ചിരി പൈസ ഈ ഇളയച്ചൻ പറഞ്ഞ് അനിയനോട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ടാണ് 2 സെന്റ് സ്ഥലം മേടിക്കുമ്പോൾ മുള്ളുമുരിക്കിൻ്റെ പത്തല് അറുത്ത് ഉണ്ടാക്കിയ ഒരു ഷെഡായിരുന്നു. അതിൽ പിന്നെ 5 രൂപയാണ് ഇളയച്ചൻ കൂലി കൊടുക്കുന്നത്. ആ 5 രൂപയ്ക്ക് എന്ത് ജീവിക്കാൻ പറ്റും? ഒരു കലം, ഒരു ചട്ടി, ഒരു പിഞ്ഞാണി, ഒരു കയ്യിൽ, വേറെ ഒന്നുമില്ല. ജീവിതം തുടങ്ങി. അടുത്ത വീട്ടിൽ കൊണ്ടുവന്ന് ഒരു മുളകിടിക്കാൻ വെച്ചപ്പോൾ ആ ചേച്ചിയുടെ അമ്മ എന്നോട് പറഞ്ഞു, ഇതെൻ്റെ മോക്ക് മേടിച്ചു കൊടുത്ത കല്ലാണ്. ശംഖ് പൊട്ടി ഞാൻ ആ മുളക് വാരി എടുത്ത് വീട്ടിലോട്ട് പോന്നു. പിന്നെ ഞാൻ പോയിട്ടില്ല. ചൂടുവെള്ളം ഒഴിച്ച് ഈ ചട്ടിക്കകത്ത് ഈ മുളക് കീറിയിട്ടിട്ട് തവി കൊണ്ട് ഇതിങ്ങനെ ചാലിച്ച് ജീവിതം തുടങ്ങിയതാണ്. പിന്നെ ചേട്ടൻ 1 രൂപ എനിക്ക് ഒരു ദിവസം തരും ഭക്ഷണത്തിന്. എൻ്റെ അമ്മ പറയുമായിരുന്നു, മുറുക്കി പെൺപിള്ളേര് കൊടുക്കണം. മുറുക്കി ഇങ്ങനെ കൊടുത്തിട്ട് ആ 1 രൂപ അടുത്ത വീടിൻ്റെ അടുത്തൊരു കടയുണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്കും എല്ലാ ദിവസവും. കയ്യിലിരുന്നാൽ ചിലവായി പോകും ഒരു അമ്മിക്കല്ല് മേടിക്കാൻ. അങ്ങനെ അവിടെ കൊണ്ടുപോയി കൊടുത്ത് പച്ചമുളകും കൊല്ലമുളകും പച്ചവെള്ളത്തിട്ട് കീറി അങ്ങനെ അഴിച്ചിട്ട് ഞാൻ കുനിഞ്ഞു നിന്ന് കുടിച്ചാൽ മാറില് പാലൂറുന്നൊരു അമ്മ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എൻ്റെ മൂത്ത കുട്ടിയെ വളർത്തിയത്. പച്ചവെള്ളം കുടിച്ച്. അടുത്ത വീട്ടിലവരൊക്കെ പറയും, ഞാൻ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ തീ പോക്കും കരികിലേക്ക് വെച്ച്. എൻ്റെ ചേട്ടന് ഹോട്ടലിൽ നിന്ന് കിട്ടുമല്ലോ ഫുഡ്, ഞാനും അല്ലേ ഉള്ളൂ, കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാറായില്ലല്ലോ. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അമ്മ ചോദിച്ചു, മോക്ക് വീട്ടുജോലിക്ക് വരാൻ പറ്റുമോ? അങ്ങനെ എൻ്റെ കുട്ടീനെയും കൊണ്ട് ഞാൻ വീട്ടുജോലിക്ക് ഇറങ്ങി. പനമ്പള്ളി നഗറിൽ ഫസ്റ്റിലെ വന്നത് അങ്ങനെയാണ്. ഒരു മാസം 60 രൂപയ്ക്ക്. ഒരു മാസം അരിയാട്ടണം, അലക്കണം, കഞ്ഞി വെക്കണം, കറി വെക്കണം, തൂത്തു തുടക്കണം, സകല പണിയും ചെയ്യും. അവിടുന്ന് ഞാൻ ഓടി വീട്ടിലും പോയിട്ടുണ്ട്. ചിലപ്പോൾ കുട്ടീനെ അടുത്ത വീട്ടിലൊക്കെ ആക്കിയിട്ട് പോകും. അങ്ങനെ ഓർത്തിട്ട് തിരിച്ചു പോകുന്ന ദിവസങ്ങളും ഉണ്ട്. അങ്ങനെ മോശമായിട്ട് എന്നെ ചിത്രീകരിച്ച് ചോദിച്ചിട്ടുമുണ്ട്, നീ എവിടെ പോകണമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ വ്യക്തിത്വം പറഞ്ഞിട്ട് ആ വീട്ടുകാരാണ് ഫസ്റ്റിൽ എനിക്കൊരു 5000 രൂപ കടം തരുന്നു ജീവിതത്തിലോട്ട് തുടങ്ങി. ആ 5 രൂപ തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു, ഈ 60 രൂപ കൂലിയിൽ നിന്ന് ഞാൻ എന്ന് തന്ന് തീർക്കും അതിൽ നിന്ന്. അന്നേരം പറഞ്ഞു, മോള് കൊണ്ടുപോകും. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലും എന്നെ ജോലിക്ക് വിളിക്കുന്നു വേറൊരു ടീച്ചർ. അവിടെ പോയി പണിയെടുത്തേച്ച് ഇവിടെ വരുമ്പോൾ ഇവരെന്നെ ചവിട്ടിയിട്ട് വരെയുണ്ട്. എൻ്റെ അയൽവാസി എന്നിട്ട് ആ ടീച്ചറിനോട് പറഞ്ഞു, ആ കുട്ടിയുടെ സ്വഭാവം മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവരെന്നെ വാച്ച് ചെയ്തിട്ടാണ് ആ വീട്ടിൽ ഞാൻ 30 വർഷം ജോലി ചെയ്തു. 1 വർഷമല്ല, 30 വർഷം. അത് 2750 രൂപ വരെ ഈ 30 വർഷത്തിനിടയിൽ എനിക്ക് ശമ്പളമാക്കി തന്നത്. അങ്ങനെയൊക്കെ ജീവിതത്തിൽ നിന്ന് ഇന്നിപ്പോൾ ഞാൻ ഇത്ര എത്തി. ഇപ്പോഴും പ്രതീക്ഷകളും കഷ്ടപ്പാടാണ്, പക്ഷെ എന്നാലും ചേച്ചി ഹാപ്പിയാണ്. പ്രതീക്ഷകളൊന്നും കൈവിട്ടു. ചേച്ചി പറഞ്ഞ പോലെ വിട്ടുപോയൊരു ഭാഗം ഞാൻ പൂരിപ്പിക്കുകയാണ്. ഈ പനമ്പള്ളി നഗറിൽ 60 രൂപയ്ക്ക് ജോലിക്ക് തുടങ്ങി 2 പെൺകുട്ടികളായി. 2 പെൺകുട്ടികളെ വളർത്തി വലുതാക്കി അവരെ നല്ല മാന്യമായിട്ട് നല്ല ഭംഗിയായിട്ട് അവരെ കല്യാണം കഴിച്ചു വിട്ടു. ഇപ്പോൾ അവർക്ക് കുട്ടികളായി, പേരക്കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇത്ര വലിയൊരു കടമ്പ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെ ചേച്ചി പലപ്പോഴും ചേച്ചി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എന്തൊക്കെ ഞാൻ ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും എളുപ്പം എന്ന് പറയാൻ. അതിന് മാത്രം ഇപ്പുറത്ത് ചെയ്ത കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ അത്രയൊക്കെ ചെയ്തിട്ടും അതിനൊക്കെ തരണം ചെയ്ത് ആ ഒരു വലിയ കടമ്പ അപ്പോൾ ചേച്ചി അത്രയും സേഫായിട്ട് അവരെ എത്തിക്കാനും ചേച്ചിക്ക് പറ്റി. ഇപ്പോൾ അവരും വളരെ സന്തോഷത്തോടുകൂടി, ചേച്ചിയുടെ മക്കളാണല്ലോ, അപ്പോൾ ഒട്ടും പുറകോട്ട് പോവില്ല അവരും. അപ്പോൾ അവർ സന്തോഷത്തോടു കൂടി തന്നെയായിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ചേച്ചിക്ക് പറ്റിയത് ചേച്ചിയുടെ ആ ഒരു പവറാണ്. ചേച്ചിയുടെ മൈൻഡിലെ തളർന്നു പോകില്ല, ആരൊക്കെ ശ്രമിച്ചാലും ഞാൻ പുറകോട്ട് പോകില്ല, തളർന്നു പോകില്ല എന്നുള്ളൊരു ഉൾവിളി, ആ ഒരു ധൈര്യമാണ് ചേച്ചിനെ ഇങ്ങനെയൊക്കെ മുന്നോട്ട് നയിച്ചത് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോഴും ഈ 60 വയസ്സായിട്ടും എനിക്ക് ഹെൽത്തിനൊക്കെ ഒരുപാട് പ്രോബ്ലം ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഞാനൊരു രോഗിയാണ്. ആ രോഗി എന്നുള്ള ഇതിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും എനിക്ക് ഒരു രോഗവും ഇല്ല എന്നുള്ള ആ എൻ്റെ ഒരു ഇത്. ഹസ്ബൻഡ് തളർന്ന് പോയ ആളാണ്. അതിനെയൊക്കെ മറികടന്ന് ഇത്രയൊക്കെ എത്തി. അത് നമ്മൾ പറഞ്ഞില്ല, ഹസ്ബൻഡിന് വയ്യാതെ വന്ന കാര്യം പറഞ്ഞില്ല.
ഇടയ്ക്ക് വെച്ച് ഒപ്പം രണ്ടുപേരും ഒരുമിച്ച് പണിയെടുത്താണ് മുന്നോട്ട് പോയിരുന്നത്. ഇടയ്ക്ക് വെച്ച് ഹസ്ബൻഡിന് വയ്യാതെ വന്നു, അദ്ദേഹം ഇരിപ്പായി. അതോടുകൂടി 6ാമത്തെ വർഷമാണ് എഴുന്നേറ്റ് ആരോഗ്യത്തോടെ നടക്കാനുള്ള അവസ്ഥയിലായിട്ടില്ല ഇപ്പോഴും. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ തരണം ചെയ്ത്, അതുകൊണ്ടാണ് ചേച്ചി പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പേപ്പർ വരെ വിറ്റ്. ഞാൻ ഈ അപ്പുറത്തെ ആക്രിക്കടയിൽ ചെന്ന് ചോദിച്ചാൽ രാജു പറയും, എന്നോട് ചോദിക്കാറുണ്ട്, ചേച്ചിക്ക് ഇനിയെങ്കിലും ഇത് നിർത്താൻ പാടില്ലേ. കൊറോണ സമയത്തൊരു പോലീസുകാരുടെ ലെറ്റർ പേഡ് മേടിച്ച് ഞാൻ വേസ്റ്റ് പെറുക്കി വിറ്റാണ് എൻ്റെ ഈ ഹസ്ബൻഡിനെ ഇന്ന് ഞാൻ എഴുന്നേപ്പിച്ചിരുത്തിയേക്കണം മരുന്ന് വാങ്ങിക്കാനായിട്ട്. മരുന്ന് വാങ്ങിക്കാനും 1 മണിക്കൂറിന് 500 രൂപ കൊടുക്കണമായിരുന്നു ഒരു പയ്യന്, 1 മണിക്കൂർ വന്ന് ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസവും കൊണ്ടുപോയി ബസ് കാശ് ഇല്ലാഞ്ഞിട്ട് കുറച്ച് വേസ്റ്റ് കൊണ്ടുപോയി കൊടുത്തിട്ട് 58 രൂപ. പോട്ടെ, ഇതിനൊക്കെ അതിജീവിച്ചില്ലേ? അപ്പോഴും ബസ് ഫെയർ കണ്ടെത്താൻ ഒരാളടുത്ത് ചോദിക്കാതെ ഒരു മാർഗം കണ്ടെത്താൻ ചേച്ചിക്ക് പറ്റിയില്ലേ? അതാണ് പറഞ്ഞത്. ആ കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ, കൊറോണ സമയമൊക്കെ പറയുവാണെങ്കിൽ ഒത്തിരി പേര് എനിക്ക് ഫുഡ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇന്നും എൻ്റെ 2 മക്കളോടും ഞാൻ പറഞ്ഞാത്ത ഒരു സംഭവമുണ്ട്. അമ്മ ഇങ്ങനെ വേസ്റ്റ് പെറുക്കി വിൽക്കണതും അമ്മയുടെ കഷ്ടപ്പാടെ പറ്റിയിട്ടും എൻ്റെ 2 മക്കളെ ആ ഷെഡിൽ പൂട്ടിയിട്ടിട്ടാണ് ഞാൻ പനമ്പള്ളി നഗറിൽ ജോലിക്ക് പറഞ്ഞത്. ചേച്ചി, അപ്പോൾ ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് ചേച്ചിയുടെ ബാല്യം തുടങ്ങി. ചേച്ചി ഒരുപാട് എൻജോയ് ചെയ്തൊരു സമയമുണ്ട്, ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചൊരു സമയമുണ്ട്, അവരോടും പറയാൻ പറ്റാതിരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ തരണം ചെയ്ത് ഇപ്പോൾ ഇന്ന് ഈ പറയുന്ന റൗഡി രാജമ്മ എന്ന് പറയുന്ന ഞങ്ങളുടെ രാജമ്മ ചേച്ചിയായിട്ട് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിക്ക് എന്താണ്, നമ്മൾ തുടങ്ങിയത് ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ്, ഒരുപാട് പേര് വിഷമിച്ചിരിക്കുന്നവരുണ്ടാവാം, എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ടാവാം, അവർക്ക് കൊടുക്കാനുള്ള ചേച്ചിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ചേച്ചിക്ക് കൊടുക്കാനുള്ളൊരു മെസ്സേജ് എന്താണ്? മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും എന്ത് കേട്ടാലും എന്ത് കണ്ടാലും നമ്മൾ തളരാണ്ട് പിടിച്ചു നിന്ന് ഒരാത്മഹത്യയെ പറ്റി ചിന്തിക്കാതെയോ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാതെ നമ്മൾ എങ്ങനെയാണോ നമ്മൾ അതിലോട്ട് ജീവിക്കാനുള്ള ഒരു ഊർജിത തേടിയെടുക്കുക. ഒരു 10 മിനിറ്റ് ഇരുന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ആരാണ്, നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് ചിന്തിച്ചാൽ നമുക്കതിൻ്റെ ഊർജിത കിട്ടും. എന്ത് ജോലിയും ചെയ്യാൻ, നമ്മൾ കക്കാനും പിടിച്ചു പറിക്കാനും മറ്റുള്ള രീതിയിലും പോകാതെ ഇരുന്നാൽ നമ്മൾ എപ്പോഴും അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നമ്മൾ എവിടെയും പിടിച്ചു നിൽക്കും. ഏത് പാതിരാത്രിയാണേലും നമുക്ക് ആ ഊർജിത കിട്ടും. നമ്മൾ ഇറങ്ങി പകലെന്നല്ല രാത്രിയിൽ നിന്നില്ലാണ്ട് നമ്മൾ ഇറങ്ങി സഞ്ചരിച്ചു പോകും.